14 തീയതിയിൽ ആരംഭിച്ചാൽ 18 തീയതി വരെ 11 തീയതി വൈകുന്നേരത്തെ സമാപന സമ്മേളനത്തോടുകൂടി 5 ദിവസങ്ങളിലായി നടക്കുന്ന ഈ കലാ കൗമാര മാമാങ്കത്തിൻ്റെ തിരശ്ശീല വീഴുന്ന ശ്രദ്ധേയമായ പരിപാടിയാണ്. 64ാമത് സ്കൂൾ യുവജനോത്സവത്തിൻ്റെ ഭാഗമായി രാവിലെ 8:30 മണിക്ക് പതാക ഉയർത്തിക്കഴിഞ്ഞാൽ തുടർന്ന് ശ്രദ്ധേയമായിട്ടുള്ള ഒരു മേളത്തോടു കൂടി നമ്മുടെ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. 10 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഫിക്സർ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. കൃത്യസമയത്ത് തന്നെ എല്ലാ വിധത്തിലുള്ള നടപടിക്രമങ്ങളിലും നടന്നു പോകുന്നതിന് വേണ്ടിയുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ മുമ്പിലുള്ള വലിയ പ്രത്യേക പന്തൽ തയ്യാറാക്കിയിട്ടാണ് ഭക്ഷണ നടപടിക്രമങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. 20,000-ഓളം പേർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരും എന്നാണ് പ്രാഥമികമായിട്ട് നമ്മൾ കരുതുന്നത്. 10,000 പേർ വീതം രാവിലെയും രാത്രിയും ഭക്ഷണം കഴിക്കാനുണ്ടാകും എന്ന് സംഘാടക സമിതി കരുതുന്നുണ്ട്. ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ എല്ലാ വിഭാഗം ആളുകളുമായിട്ട് മന്ത്രി കൂടിയാലോചന നടത്തിയത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു അനുഭവമായി. ഓട്ടോറിക്ഷ തൊഴിലാളികൾ തന്നെ കുറച്ച് വണ്ടികളെങ്കിലും അവർ സൗജന്യമായി പ്രത്യേകിച്ച് പാർട്ടിസിപ്പൻസിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി അനുവദിക്കാം, അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു സഹായം ലഭ്യമാക്കാം എന്നറിയിച്ചു. എല്ലാ വിധത്തിലുള്ള നടപടിക്രമങ്ങളും പോലീസാണെങ്കിൽ നേതൃത്വം നൽകിക്കൊണ്ട് ഷീ ഓട്ടോ 40 എണ്ണം പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഉള്ളവർക്ക് ഒറ്റയ്ക്ക് ചില സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ഭീതി കൂടിയുള്ള ഘട്ടങ്ങളുണ്ടെങ്കിൽ അത് നോക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. പോലീസിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം ലോ ആൻഡ് ഓർഡർ കമ്മിറ്റി ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട്. 24 വേദികളിലും ആംബുലൻസ്, അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ ഘട്ടത്തിൻ്റെ സഹായങ്ങൾ, വെള്ളം, കുടിവെള്ളം ഉൾപ്പെടെയുള്ള മറ്റ് സംവിധാനങ്ങളെല്ലാം കൃത്യമായി എത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ 19 കമ്മിറ്റികൾ കൃത്യമായ തയ്യാറെടുപ്പുകളോട് കൂടിയിട്ടാണ് ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. 12, 13 തീയതികളിൽ നമ്മുടെ ജില്ലയിൽ സ്വർണ്ണക്കപ്പ് പര്യടനം നടത്തും. 13-ാം തീയതി വൈകുന്നേരം ടൗൺ ഹാളിലേക്കായിരിക്കും ഈ സ്വർണ്ണക്കപ്പിനെ സ്വീകരിച്ച് ആനയിക്കുക. 13-ാം തീയതി വൈകുന്നേരം ഏതാണ്ട് 3:30 മണിക്ക് കൂടി പഴയിടത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഭക്ഷണ പുരയിലെ അടുപ്പിൽ പാലുകാച്ചൽ ചടങ്ങോടുകൂടി ഭക്ഷണത്തിൻ്റെ തയ്യാറെടുപ്പുകളും ആ വിധത്തിൽ ആരംഭിക്കും. നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകമായിട്ടുള്ള ബാഡ്ജും അതിനാവശ്യമായിട്ടുള്ള മീഡിയകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സ്റ്റോളുകളും നൽകുന്നതിന് വേണ്ടി ഇന്നാണ് അവസാനത്തെ തീയതി തീരുമാനിച്ചത്. അടുത്ത ദിവസം മീഡിയയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുള്ള പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുള്ള കോർ കമ്മിറ്റി തന്നെ അത് നറുക്കെട്ടെടുത്ത് ആവശ്യമായിട്ടുള്ള നടപടികൾ കൊണ്ടുവരാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കും. അതൊക്കെ അടക്കം വളരെ ശ്രദ്ധേയമായ വിധത്തിലുള്ള കലോത്സവ പരിപാടികളാണ് ഇപ്പോൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. തൃശ്ശൂരിൻ്റെ മേളവും പുലിക്കളിയും ഒക്കെ കുട്ടികൾക്ക് കാണാൻ കഴിയുന്ന വിധത്തിൽ അവതരിപ്പിക്കാൻ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നഗരത്തിൻ്റെ ചുറ്റുമുള്ള 20 സ്കൂളുകളിലായിട്ടാണ് എല്ലാവർക്കും അക്കോമഡേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. അവിടെ പ്രത്യേകമായി 20 സ്കൂളുകളിലും പ്രത്യേകമായിട്ടുള്ള PTA യോഗങ്ങൾ ചേർന്ന് അതത് സ്ഥലത്ത് രൂപീകരിക്കപ്പെടുന്ന കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കുട്ടികളെ വരവേൽക്കാനുള്ള സൗകര്യം ഉണ്ടാകും. 13-ാം തീയതി ഇവിടെ എത്തിച്ചേരുന്ന ആദ്യ ബാച്ചിന് റെയിൽവേ സ്റ്റേഷനിൽ പ്രത്യേകമായിട്ടുള്ള സ്വീകരണം നമ്മൾ നൽകും. തുടർന്ന് റെയിൽവേ സ്റ്റേഷനിലും KSRTCയിലും 24 മണിക്കൂറും ഉപയോഗിക്കാവുന്ന ഹെൽപ്പ് ഡെസ്കുകൾ അതിൻ്റെ ഭാഗമായിട്ട് രൂപീകരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടികളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരുടെ അപേക്ഷ അല്ലെങ്കിൽ അഭ്യർത്ഥന അതല്ലെങ്കിൽ നിർദ്ദേശം പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് റിസൾട്ട് എപ്പോഴാണോ അവതരിപ്പിക്കുന്നത് അതേ സമയത്തു തന്നെ സൈറ്റിൽ ആ റിസൾട്ട് ആ നിമിഷം തന്നെ കിട്ടാവുന്ന വിധത്തിലുള്ള സാങ്കേതികമായ സംവിധാനങ്ങളും ഈ കൈറ്റിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കി അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മാധ്യമത്തിന് ആദ്യം കിട്ടി ഒരു മാധ്യമത്തിന് കിട്ടാതെ പോയി എന്ന പ്രശ്നം ഉണ്ടാകില്ല. മാധ്യമപ്രവർത്തകരുമായി നടത്തിയിട്ടുള്ള ഒരാശയവിനിമയം പ്രസ് ക്ലബിൽ വെച്ച് തന്നെ ഞങ്ങൾ എല്ലാവരെയും നേരിട്ട് കേട്ടു. അവരുടെ എല്ലാ അഭിപ്രായങ്ങളും തയ്യാറാക്കിക്കൊണ്ടുള്ള ഒരു നടപടിക്രമമാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. എല്ലാവരുടെയും നല്ല സഹകരണം ഉണ്ടാകണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ 13-ാം തീയതി വരെ 12-ാം തീയതി വരെ നമ്മൾ മാത്രമായിരിക്കും ഇവിടുത്തെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക. 12-ാം തീയതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതിഥികളുണ്ടാകും. വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, വിവിധ ബ്യൂറോകളിൽ നിന്ന് ആളുകൾ എത്തിച്ചേരും. നിങ്ങളുടെ പൊതുവായിട്ടുള്ള ആളുകൾ എത്തിച്ചേരും.
അവർക്ക് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകും, അവർക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും, സംശയങ്ങൾ ഉണ്ടാകും. അതിന് മറുപടി കൊടുക്കേണ്ട ചുമതല ഞങ്ങൾക്കല്ല, സംഘാടക സമിതിയുടെ ഭാരവാഹികളായിട്ടുള്ള നിങ്ങൾക്ക് തന്നെയാണ് എന്ന ധാരണയോടുകൂടി നമ്മുടെ സംഘാടക സമിതിയുടെ ഒരു സേഫ് ഗാർഡായി തൃശ്ശൂരിന്റെ മാധ്യമ പ്രവർത്തകർ ആതിഥേയർ എന്ന നിലയിൽ പങ്കെടുക്കണം എന്നാണ് പ്രധാനമായിട്ടും അഭ്യർത്ഥിക്കാനുള്ളത്. മന്ത്രി ഇനി വരുന്ന ദിവസങ്ങളിൽ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ സേവനവും ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പൂർണ്ണമായിട്ടുള്ള സേവനവും ഒക്കെ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകണം. നമ്മളെല്ലാം പ്രത്യേകമായി പൂക്കളുടെ പേരാണ് തീരുമാനിച്ചിട്ടുള്ളത്. പല നിറങ്ങളിലുള്ള, പല ഗന്ധങ്ങളിലുള്ള, പല ശ്രേണിയിൽപ്പെടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരുകളുടെ പൂക്കളുടെ പേരുകളിലാണ് നമ്മുടെ വേദികളെല്ലാം തയ്യാറാക്കിയിട്ടുള്ളത്. അതൊരു സന്ദേശം കൂടിയാണ്. നമ്മുടെ ഒരു മതനിരപേക്ഷമായിട്ടുള്ള മനസ്സും എല്ലാവർക്കും കൂടിച്ചേരാവുന്ന ഒരു പൊതു ഇടവുമായി നമ്മുടെ സാംസ്കാരിക സംവിധാനങ്ങളെ, കലാരൂപങ്ങളെ മാറ്റണം എന്ന പുതിയ തലമുറയോടുള്ള ഒരു സന്ദേശം തന്നെയാണ് ഇതിലൂടെ നമുക്ക് നൽകാൻ പോകുന്നത്. അവസാനമായി ഇവിടെ 1250 കലാലയങ്ങളാണ് നമ്മുടെ ജില്ലക്കകത്തുള്ളത് എന്ന് മന്ത്രി സൂചിപ്പിച്ചു കഴിഞ്ഞു. ആ 1250 സ്കൂളുകളിലും ഈ കലോത്സവത്തെ വരവേൽക്കാൻ സ്കൂളിനകത്തു തന്നെ നടത്തേണ്ട പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ക്രാഫ്റ്റ് ഉൾപ്പെടെയുള്ള വർക്കുകളിലൂടെ അവരവരുടെ പള്ളിക്കൂടം ഈ 64ാമത് സ്കൂൾ യുവജനോത്സവത്തെ സ്വീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ കേവലം മത്സരങ്ങൾ നഗരത്തിൽ കേന്ദ്രീകരിക്കാതെ ഈ ഒരു കലോത്സവത്തിന്റെ സന്ദേശം ഏറ്റവും താഴെക്കിടയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ കലോത്സവം ഒരു റെസ്പോൺസിബിൾ ഫെസ്റ്റിവൽ, ഉത്തരവാദിത്ത കലോത്സവം എന്ന വിധത്തിലുള്ള ഒരു അവബോധം കൂടി വളരെ കാലത്തിന് ശേഷം അങ്ങനെ ഒരു അവബോധം കൂടി പുതിയ തലമുറയ്ക്കകത്തുണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന കലോത്സവമാണ്. 63ാമത് കലോത്സവത്തിന്റെ പ്രത്യേകത കേരളത്തിൽ ആദ്യമായി ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരുടെ വികാരങ്ങളും കലകളും ഔപചാരികമായി മോഹിനിയാട്ടത്തിന്റെയും ഭരതനാട്യത്തിന്റെയും കുച്ചിപ്പുടിയുടെയും കഥകളിയുടെയും ഒക്കെ വേദിയിൽ മത്സര ഇനമാക്കി അവതരിപ്പിക്കപ്പെട്ടു എന്നതാണെങ്കിൽ 64ാമത്തെ കലോത്സവത്തിന്റെ പ്രത്യേകത റെസ്പോൺസിബിൾ ഫെസ്റ്റിവലായി ഈ കലോത്സവത്തെ മാറ്റാനുള്ള ഒരു പ്രമേയം കൂടി തയ്യാറാക്കിയിട്ടാണ് നമ്മൾ ഈ കലോത്സവത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് എല്ലാവരുടെയും സാറിനുണ്ടാവും.